ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ തിക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അതിന് വേണ്ടി 1 കിലോ ഞാൻ കോഴി എടുത്തിന്. അത് മുള്ളില്ലാതെ മുള്ളുണ്ടാകാവും. ഉപ്പെടുത്ത് കണക്കിനനുസരിച്ചിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി 2 സ്പൂണ്, പിന്നെ ഗരം മസാല ഇല്ല, ഗരം മസാല ഇട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ലിംബു പിഴിയണം. പിഴിഞ്ഞിട്ട് എടുത്തിട്ട് മിക്സ് ആക്കണം. മിക്സാക്കിയ പിന്നെ ഫുഡ് കളറില്ലേ, ഇത് കാശ്മീരി ചില്ലി ഇട്ട് 1 സ്പൂണ് കളറാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് കളർ ഇടണം കുറച്ച്. 100 ഗ്രാംസ് തൈര് ഇടണം. തൈരിട്ടിട്ട് മിക്സാക്കി 2 മണിക്കൂറിന് വെക്കണം. കൂടുതൽ ടൈമിന് വെച്ചാലും മോശമില്ല, അത്ര നേരം വെച്ച് അത്ര നല്ല ടേസ്റ്റാണ്. പിന്നെ ബട്ടർ ഇട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ വീത്തി, നെയ്ത്തെണ്ണ. ബട്ടർ ഇല്ലാതെ എണ്ണയിൽ ഫ്രൈ ആക്കാൻ മോശമില്ല. പിന്നെ ഇതേമാതിരി കോയിനെല്ലാം കഴിക്കാനിട്ട് നല്ല കാച്ചാൻ പാടില്ല, നമുക്ക് ഗ്രില്ലാക്കിയിട്ട് കൊടുക്കണം. ആക്കിയിട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ നല്ല പറ്റിയ കറി. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിന്, 2 സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി, 1 സ്പൂണ് ഇത് ചാട്ട് മസാല ചെറിയ സ്പൂണിൽ, 1 സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല എവറേസ്റ്റ് ഗരം മസാല എടുക്കണം. പിന്നെ 1 സ്പൂണ് ജീര പൗഡർ ഇടണം. കസ്തൂരി മേത്തി ഇടണം. പിന്നെ ഉപ്പിടണം കണക്കിന് ആവശ്യത്തിന് ഇട്ടിട്ട് അതിനെ മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. കോഴിട്ടിട്ടില്ല, ഇളക്കിയിട്ട് കൊടുത്തോണം. 10 മിനിറ്റ് ഇല്ലേ നല്ല ഫാസ്റ്റിൽ വെക്കണം. പിന്നെ മറിച്ചിട്ട് കൊടുക്കണം, ഇളക്കിയിട്ട് കൊടുക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം അതിൻ്റെ ഇറങ്ങിപ്പോയിരുന്നില്ല, വെള്ളം പറ്റിക്കണം സ്പീഡാക്കിയിട്ട്. അങ്ങനെ മറിച്ചിട്ട് ഇളക്കിയിട്ട് കൊടുത്തോണ്ട് വേണം. ഞാൻ 2 പ്രാവശ്യം ആക്കിയിട്ട് ഇട്ടിനെ ഫ്രൈ പാനിൽ കഴിച്ചിട്ടെടുക്കാൻ നോക്ക്. പിന്നെ ഞാനിത് മൂടിയിട്ട് വെച്ചിന്, പിന്നെ സ്ലോ ആക്കിയിട്ട് ഇതേമാതിരി വെള്ളമെല്ലാം പറ്റിയിട്ട് വന്നു. പിന്നെ മുമ്പത്തെ ഞാൻ മാറ്റിയിട്ട് എടുത്തത് 2ാമത്തെ പ്രാവശ്യം ഇട്ടത്. നോക്ക് അതിൻ്റെ വെള്ളം പറ്റി. അതിനെ ഇട്ടിട്ട് ഞാൻ സ്പീഡാക്കിനാന്ന് 10 മിനിറ്റ് ഫാസ്റ്റാക്കിയിട്ട് കൊടുത്തിനാണ്. പിന്നെ ഇതേമാതിരി ഇളക്കിയിട്ട് പിന്നെ മൂടിയിട്ട് വെക്കണം. വെള്ളം പറ്റിച്ചിട്ട് എടുത്താൽ മതി. ഇങ്ങനെ കാച്ചിട്ട് എടുക്കണമെന്നില്ല കോഴി. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുത്തോണ്ട് വേണം. പിന്നെ നോക്കുക, വെള്ളമെല്ലാം പറ്റി ഇപ്പം എണ്ണയിൽ തന്നെ കായുന്നത്. നോക്കി ഇതേമാതിരി ആക്കി ഇളക്കിയിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ്. ഇത്ര കാച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു സൈഡിൽ ഞാൻ ചട്ടി വെച്ചിന്, എനിക്കില്ല നെയ്ത്തെണ്ണ ഒഴിക്കണം. ഒലിവ് ഓയിൽ എടുക്കണം. സൺഫ്ലവർ ഓയിൽ അയച്ചാലും മനസ്സിൽ ഞാൻ നെയ്ത്തെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കുക. 2 ഉള്ളി എടുത്തിന്, ചെറുതെങ്കിൽ 2, വലുതെങ്കിൽ 1 എടുക്കണം. അത് ഉള്ളി ചോന്നേ. പിന്നെ ഇല്ലേ ഇത് തമ്പട്ട ഞാൻ 2 അരച്ചിട്ട് വെച്ചിനാഞ്ഞ്, തമ്പട്ടൻ്റെ പേസ്റ്റ് ഇട്ട് അതിനിട്ട് നല്ല മിക്സാക്കിയ. പിന്നെ ഇല്ലേ ഞാൻ മിക്സാക്കിയിട്ട് എടുത്തിട്ടില്ല ഞാൻ മസാല. അതിൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാ ഞാൻ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് അതിനൊഴിച്ചിട്ട് എടുക്കണം. അതിനൊഴിച്ചിട്ട് നല്ല മിക്സാക്കിയിട്ട് എടുക്കണം, അതിൻ്റെ മണം മാറുന്നത് വരെ. പിന്നെ ഒരു സൈഡിൽ നോക്കും ഞാൻ കാച്ചിട്ട് എടുത്ത കോയിനെ ഇങ്ങനെ ഗ്രില്ലാക്കിയിട്ട് എടുക്കണം. ഗ്രില്ലാക്കാൻ വെച്ചിന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രില്ലാക്കിയിട്ട് എടുക്കണം. കഴിച്ചിട്ട് എന്നാൽ കരിയാൻ പാടില്ല. ഗ്രില്ലാക്കുന്നില്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് കോഴി കാച്ചിയാനിട്ട് അതിൽക്കൊരു ചെറിയ കിണ്ണം വെച്ചിട്ട് കത്തിയ കോയില വെച്ചിട്ടില്ലേ കോയിലൻ്റെ മേൽക്ക് എണ്ണ ബട്ടർ ഇട്ടിട്ട് മൂടിയിട്ട് വെക്കണം. അതും ഇതേമാതിരി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീമില്ല, ഞാൻ മലായിനെ അരച്ചിട്ട് ഞാൻ ഇട്ട്. ആ മലായിനെ അരച്ചിട്ട് ഇട്ട് പിന്നെ ഇത് കുറച്ച് വെള്ളം അതിനെ കയറ്റിട്ടാൽ പിന്നെ ഗ്രില്ലാക്കിയിട്ട് വെച്ചാൽ കോയിനയിലേക്ക് ഇട്ടിട്ട് നല്ല മിക്സാക്കിയിട്ട് എടുത്താൽ മേൽക്ക് കൊത്തുമീർ ഇടണം. ഇതിനിട്ട് നല്ല വേവിക്കാൻ പാടില്ല. നോക്ക് നല്ല തിക്ക റെഡിയായി ചിക്കൻ തിക്ക. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ ആരും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.